അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നും പള്ളിയിൽ സുബ്ഹി നമസ്കാരത്തിന്, അതും ആദ്യ സഫിൽ തന്നെ നിസ്കരിക്കാനെത്തിയിരുന്ന മിദ്ലാജ്, ഇത് കണ്ട് അവിടുത്തെ നാട്ടുകാർ സന്തോഷിച്ചുകൊണ്ട് മിദ്ലാജിനൊരു സൈക്കിൾ സമ്മാനമായി നബിദിനത്തിന് കൊടുത്തിരുന്നു. വലിയ സന്തോഷമാണ്, അൽഹംദുലില്ലാ. ഇപ്പോൾ പല മീലാദ് പരിപാടിക്ക് കൃത്യമായ നമസ്കാരത്തിന് വരുന്ന പൊന്നുമക്കളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് സൈക്കിൾ സമ്മാനമായി കൊടുക്കുന്ന പല ജമാഅത്ത് കമ്മിറ്റിയൊക്കെ ഉണ്ട്. വലിയ സന്തോഷമാണ്. അങ്ങനെ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. ആ രീതിയിൽ മക്കൾ നാം പ്രോത്സാഹിപ്പിച്ചെടുക്കണം. ആ കുട്ടിപ്രതിഭകളെ നാം പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഇത് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. കാരണം ഹദീസുകളൊക്കെ നാം പരിശോധിച്ചാൽ നമുക്ക് കാണുന്നത് അത്ഭുതകരമായി നബി അങ്ങനെ പറഞ്ഞു, നബി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നബി അങ്ങനെ ചെയ്യുന്നതായി ഞാൻ കണ്ടു, നബി ഇങ്ങനെ ചെയ്തു. അങ്ങനെ നബി തൻ്റെ ജീവിതം തന്നെ ഒരു ദിശാബോധമായിരുന്നു അനുയായികൾക്ക് കാണിച്ചു തന്നത്. അതുപോലെ താൻ പഠിച്ചത്, മദ്രസയിൽ പഠിച്ചത്, 5 നേരത്തെ ഇമാം ജമാഅത്തിനായി നമസ്കരിക്കുമ്പോൾ 27 ദറജ കിട്ടും എന്ന് പഠിച്ചത്, അത് പ്രാവർത്തികമായി ജീവിതത്തിൽ കൊണ്ടുവരുന്ന കുട്ടികളെ തെരഞ്ഞു പിടിച്ച് അവർക്ക് വലിയ സമ്മാനം നൽകണം. അത് വലിയ ഒരു ആ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കലാണ്. വലിയൊരു പുണ്യമുള്ള വിഷയം കൂടിയാണ്. അങ്ങനെ പണ്ട് സ്വഹാബത്ത് വനിതകളൊക്കെ വലിയ വലിയ മഹാന്മാരുടെ ഉമ്മമാരൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. നമുക്കറിയാമല്ലോ, മോൻ നിസ്കരിക്കാൻ വേണ്ടി നിസ്കരിച്ചാൽ എന്ത് കിട്ടും ഉമ്മ എന്നാ ചോദിച്ചത്. മഹാന്റെ ഉമ്മ പറഞ്ഞു, നിസ്കരിച്ചാൽ ചക്കര കിട്ടുന്ന. ചക്കര എന്ന് പറയാൻ കാരണം മോൻ ഏറ്റവും ഇഷ്ടം ചക്കരയായിരുന്നു. മോൻ സുജൂദിന് പോകുന്ന സമയത്ത് മുസല്ലയുടെ അടിയിൽ ഉമ്മ ചക്കര ഇട്ട് കൊടുത്തു. പിന്നെ ലോകറിയപ്പെട്ട കറാമത്തിൻ്റെ ഉടമയായ പണ്ഡിതനായി മാറി. അങ്ങനെയാണ് മക്കളെ ആ ഉമ്മമാരൊക്കെ പ്രോത്സാഹിപ്പിച്ചത്. അങ്ങനെ മിദ്ലാജിനും അവിടുത്തെ ജമാഅത്തുകാർ, ഈ ഒരു സംഭവം നടക്കുന്നത് കാസർഗോഡ് ആലമ്പാടിയിലാണ്. മിദ്ലാജിന് സൈക്കിൾ സമ്മാനമായി നൽകി. നമ്മുടെ മക്കള് നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അത് നാം കണ്ട് അത് അവഗണിക്കാതെ അത് വലിയൊരു പരിഗണന നൽകിക്കൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കണം. ഈ അടുത്താണല്ലോ അൻസാരി വൈദ്യർ എന്ന് പറയുന്ന ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, മുടങ്ങാതെ 40 ദിവസം 41 ദിവസം തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് ഞാൻ സമ്മാനം നൽകാം, ഒരു നല്ല അവരിഷ്ടപ്പെടുന്ന സൈക്കിൾ വാങ്ങിത്തരാന്ന വാപ്പ പറഞ്ഞത്. അങ്ങനെ മക്കൾ നിസ്കാരം തുടങ്ങി 41 ദിവസം പൂർത്തിയായി. ഉപ്പയോട് പറഞ്ഞു, ഉപ്പ നിങ്ങൾ പറഞ്ഞ 41 ദിവസം പൂർത്തിയായിരിക്കുന്നു, സമ്മാനം എവിടെ? മക്കൾ ആവേശത്തോടു കൂടി വന്നപ്പോൾ ഉപ്പ അവരെ നിരാശപ്പെടുത്തി എന്നുള്ളതാണ്. സൈക്കിൾ തരാൻ സമ്മതിച്ചില്ല. ഇപ്പം അതിൻ്റെ പണം ഒന്നുമില്ല എന്ന രീതിയിൽ മക്കളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞു. എന്നാൽ ആ മക്കൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഉപ്പാ സാരമില്ല എന്ന് പറഞ്ഞത് മാത്രമല്ല, മക്കൾ ആ സമയത്ത് എന്നോട് വാശി പിടിച്ച് നിസ്കാരം നിർത്തുമെന്നാണ് ഞാൻ വിചാരിച്ചത്. മക്കൾ പിന്നെയും നിസ്കാരം തുടർന്നു. ഇന്ന് 58 ദിവസമായിട്ടുണ്ട് ഞാൻ അവർക്ക് സൈക്കിൾ സമ്മാനം കൊടുക്കാൻ പോകുന്നു എന്ന് ഉപ്പ പറയുമ്പോൾ അതൊക്കെ മാതൃക ഉള്ള മാതാപിതാക്കളാണ്. കുട്ടികളെ നന്മയുടെ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കല് വലിയ നല്ല കാര്യമാണ്. അൽഹംദുലില്ലാ, ചില പള്ളികളിലൊക്കെ ഇത്തരത്തിലുള്ളൊരു സമ്മാനങ്ങൾ കൊടുക്കുന്ന ചില നാടുകളൊക്കെ കാണുന്നുണ്ട് അല്ലേ. നോക്കൂ, ചെറിയ പ്രായത്തിൽ ആ പൊന്നുമക്കളെ മദ്രസയിലേക്ക് വരുമ്പോൾ പോലും കൃത്യസമയത്ത് എത്തുന്നില്ല. 6:45, 6:30 മണിക്ക്, 6 മണിക്ക് ഇങ്ങനെ തുടങ്ങുന്ന മദ്രസകളൊക്കെ ഉണ്ട്. എന്നാൽ മക്കളെത്തുമ്പോൾ 6 മണിയും 6:30യും അതുപോലെ 7 മണിയും ഈ രീതിയിൽ കൃത്യസമയത്ത് എത്തുന്നില്ല. ഒന്നാം മക്കളെ എഴുന്നേൽപ്പിച്ച് കൃത്യസമയത്ത് മദ്രസയിൽ അയക്കാൻ
സാധിക്കാത്ത എത്ര ഉമ്മമാരുടെ ഇടയിലാണ് മിഥിലാജ് എന്ന് പറയുന്ന പൊന്നുമോനെ സുബഹിക്ക് എഴുന്നേൽപ്പിച്ച് ആ ഉമ്മ ആ മകനെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന രംഗം. നാട്ടുകാർ പറയുന്നു, ആ പൊന്നുമോനോട് തമാശകൾ പറയാൻ. ആദ്യ സഫിൽ ഇനി ആ പൊന്നുമോനെ കാണൂലല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. ആ പൊന്നുമ്മ ആ പൊന്നുമകനെ കയ്യും പിടിച്ച് ആ പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന ആ ഓരോ രംഗങ്ങൾ നമുക്കിന്നും ഓർമ്മയാകുന്നുണ്ട്. മിഥിലാജിൻ്റെ മുഖം, മിഥിലാജിൻ്റെ ആദ്യ സഫ്, മിഥിലാജ് ആ നിൽക്കുന്ന സ്ഥലത്ത് ഇനി മിഥിലാജിനെ കാണൂല എന്ന് പറയുമ്പോൾ സങ്കടമുണ്ട്. മിഥിലാജിന് അല്ലാഹു ഷഹീദിൻ്റെ പ്രതിഫലം നൽകട്ടെ. ചെറിയൊരു മോനാണ്, ചെറിയൊരു കുഞ്ഞു മോനാണ്, വലിയ മാതൃകയുള്ള മകനാണ്. സുബഹി നമസ്കാരത്തിന് മാത്രമല്ല, ഒഴിവുള്ള എല്ലാ സമയത്തും പള്ളിയിൽ ഇമാം ജമാഅത്തിന് എത്തുന്നു മാത്രമല്ല, ആദ്യ സഫ് തന്നെ മിഥിലാജ് തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ്. ആ സന്തോഷത്താൽ അവർ നൽകിയ സമ്മാനം അതൊക്കെ ഒഴിവാക്കി മിഥിലാജ് അള്ളാഹുലേക്ക് യാത്രയായി. മിഥിലാജിന് സംഭവിച്ചത്, മിഥിലാജിൻ്റെ തൊട്ടടുത്ത ഒരു പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മിഥിലാജ് മരണപ്പെട്ടു എന്നുള്ള ദുഃഖവാർത്തയാണ് പ്രിയപ്പെട്ടവരെ നാം കേട്ടത്. ഇന്ന് ഇത്തരത്തിലുള്ള ദുഃഖവാർത്തകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കൾ ഒഴുക്കിൽപ്പെട്ടെന്നോ വെള്ളത്തിൽ മുങ്ങി മരിച്ചെന്നോ, ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർക്കൊക്കെ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് എന്നാണ്. ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് എന്നാണ്. ആ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. സുബഹി വാങ്ക് കേൾക്കുമ്പോൾ ഇന്ന് ഉണർത്താൻ കൂടെ പൊന്നുമകനില്ല. ഉമ്മ ഒറ്റയ്ക്ക് ഓതോ ചെയ്ത് നിസ്കരിക്കുന്ന രംഗം എല്ലാ ദിവസവും ആ ഉമ്മാക്കൊരു സന്തോഷമാണ്. സുബഹി ബാങ്കിൻ്റെ മുമ്പ് തന്നെ ആ മകനെ എഴുന്നേൽപ്പിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി കൈപിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവന്ന ഉമ്മ, ആ ഒരു സുഗന്ധം, ആ ഒരു സന്തോഷം ആസ്വദിക്കാൻ ഇന്ന് എൻ്റെ പൊന്നുമോൻ മിഥിലാജ് ഇല്ലാന്ന് ഓർക്കുമ്പോൾ ആ ഉമ്മയുടെ സങ്കടം, ആ പള്ളി മിനാരത്തുനിന്ന് ആ ബാങ്കിൻ്റെ ആ മധുരധ്വനി കേൾക്കുമ്പോൾ ആ ഉമ്മാക്കുണ്ടാകുന്ന വേദനം അത് ചെറുതൊന്നറിയില്ല. ഒരാൾക്ക് ഇമാം ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് കൃത്യമായൊരു 41 ദിവസം നിസ്കരിച്ചാൽ അത് വീണ്ടും ഒരു ലഹരിയായിരിക്കും. ഒരു ഉമ്മാക്ക് തൻ്റെ മക്കളെ എഴുന്നേൽപ്പിച്ച് ഇങ്ങനെ അവരെ പള്ളിയിലേക്ക് കടത്തുക, അവരെ നല്ല വസ്ത്രം ധരിച്ച് അവരെ നല്ല രീതിയിൽ ഇങ്ങനെ പൊറ്റു വളർത്തുക എന്നുള്ളത് ഒരു ഉമ്മമാർക്ക്, ചില ഉമ്മമാർക്ക് ഇതൊരു ലഹരിയാണ്. അത് ഇല്ലാതെയായാൽ ആ ഉമ്മമാർക്ക് വല്ലാത്ത സങ്കടമായിരിക്കും. അത് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അത് അനുഭവിച്ചവർക്കേ അതിൻ്റെ വേദന അറിയുകയുള്ളൂ. ആ പൊന്നുമോൻ ഉടുത്തിരുന്ന ഉടുപ്പ്, ആ പൊന്നുമോന് കിട്ടിയ ആ മനോഹരമായ സൈക്കിൾ എന്ന സമ്മാനം, അതിന്നും ആ വീട്ടുമുറ്റത്ത് കാണുമ്പോൾ ആ ഉമ്മയുടെ കണ്ണ് നനയുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ ഉമ്മയും ആ പൊന്നുമകനെയും നമ്മേവരെയും അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. മാഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ നമ്മുടെ മക്കൾക്ക് നൽകി നമ്മുടെ മക്കളെ നാം പ്രോത്സാഹിപ്പിക്കണം. നോക്കൂ, ചില നാടുകളിലൊക്കെ വലിയ വലിയ സമ്മാനങ്ങളാണ്. അവർ നല്ല പഠിച്ച് നല്ല മാർക്കെടുത്ത കുട്ടികളാണ്. പക്ഷേ ആ നാട്ടിൽ ഏറ്റവും ഡ്രഗ്സിൻ്റെയും കഞ്ചാവിൻ്റെ അടിമകൾ ആ മദ്രസയിൽ നല്ല മാർക്കെടുത്തു പോയ മക്കൾ തന്നെയായിരിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പഠിച്ചതുകൊണ്ട് മാത്രം ഒരാൾ ആലിമാകുന്നില്ല. ആലിമാകണമെങ്കിൽ ആമിരാകണം എന്നുള്ളതാണ്. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു വിദ്യാർത്ഥിയാകുന്നത്. അതല്ലാതെ പഠിച്ചതുകൊണ്ട് ഒരാൾ ഒരിക്കലും വിദ്യാർത്ഥിയല്ല. മിഥിലാജ് നമുക്കൊരു വലിയ മാതൃകയായിരുന്നു. നമ്മിന്ന് വിട പറഞ്ഞു പോയി. അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. ആ ഉമ്മാക്കും ആ കുടുംബത്തിനും ആ മാതാപിതാക്കൾക്ക് അത് താങ്ങാനുള്ള ശേഷി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി